അപ്പോൾ ആർക്കാ സി എൻ ജിയുടെ ആവശ്യം? ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്കാണ്. എന്തിനാ അത് ചെയ്യണേ? ഫ്യൂൽ എക്സ്പെൻസ് കുറയ്ക്കുക. അല്ലെങ്കിൽ ഒരാൾ സാധാരണ രീതിയിൽ ഒരു ഓഫീസിൽ പോയി വരുന്ന ചിലവ് അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോഴുള്ള ചിലവ് പരമാവധി കുറയ്ക്കുക എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് മെജോറിറ്റി ഓഫ് പീപ്പിൾ അല്ലെ നമ്മുടെ ഇടയിലുള്ള കൂടുതൽ ആളുകളും ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂൽ എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളത്. എത്രത്തോളം കുറയും എന്നുള്ള വലിയൊരു ഫാക്റ്റാണ്. ഏകദേശം ഒരു സി എൻ ജി ചെയ്യുക എന്ന് പറയുമ്പോൾ 10-50,000 രൂപയോളം ചിലവ് വരുന്ന ഒരു കേസാണ്. അപ്പോൾ അത് എത്ര കണ്ട് ഫ്യൂൽ എക്സ്പെൻസ് കുറയണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്ര കുറയും? ഇപ്പം നമ്മൾ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പോകുന്ന ഒരു ദൂരം സാധാരണ വണ്ടികളിൽ ഏകദേശം 400-നും 500-നും ഇടയ്ക്കായിട്ട് കുറയ്ക്കാൻ പറ്റും. അതായത് 400 രൂപയുടെയോ 500 രൂപയുടെയോ ഇടയ്ക്കായിട്ട് മതിയാവും നമുക്ക് സി എൻ ജിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1 കിലോമീറ്ററിന് ഒരു നോർമൽ വണ്ടികളാണെങ്കിൽ, ഒരു മാനുവൽ ട്രാൻസ്മിഷൻ, നോൺ ടർബോ സാധാരണ വണ്ടികളൊക്കെ ആണെങ്കിൽ ഫ്യൂൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 3 രൂപയുടെ ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് തന്നെയാണ് വലിയ ഭൂരിഭാഗം ആളുകളും ഈ ഒരു സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം.